12:30 ഞാൻ ചെല്ലുന്നു. CM മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ CM ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന CMന്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ CMന് കൊടുക്കുകയാണ്. CM വളരെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ തന്നെ അങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളെന്ന് കേൾക്കും. അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞ് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിൽ സ്വാഭാവികമല്ലേ, അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CMനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CMനോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നീ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, CM 5-8 മാസം മുമ്പ് CMനോട് ഞാൻ പറഞ്ഞതാണ്, ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും, CM സൂക്ഷിക്കണം, ഇവർ കള്ളന്മാരാണ്. CMന് ഓർമ്മ ഉണ്ടല്ലോ, 8 മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 8-9 മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവസാനം ഈ സാജൻ സ്കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ CMനെ പോയി കാണുകയാണ്. അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ CM അവിടെ ഇരുന്ന് ഇവർ ആ സാജൻ സ്കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണുകയാണ് മാറി നിന്നിട്ട്. ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ടൊരു നിശ്വാസം, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാന്ന്. സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, അതെൻ്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ വാക്യർ. അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ്. അപ്പം അതിനുശേഷം ഉണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ, കാട്ടുകള്ളൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത്. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട CMുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കവുമില്ല. അപ്പം ഈ കാട്ടുകള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട CMനോട് ഞാൻ പറഞ്ഞു, CM എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു. CMന് ഓർമ്മ ഉണ്ടല്ലോ, 8-9 മാസം മുമ്പ് ഞാൻ പറഞ്ഞത്. പുള്ളി പ്രതികരിച്ചില്ല. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചെറിയ ചിരിച്ചു, യെസ് എന്നുള്ള പോലെ ഈ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, CM 2021 ഈ ഗവൺമെൻറ് 2ാമത്തെ അധികാരത്തിൽ വരുന്നത് CMന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ്. ഞാനടക്കം CMന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ. ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്. ആ CMന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ, കേട്ടിരിക്കുകയാണ് CM. എന്നിട്ട് ഞാൻ കൈ നീട്ടി ഇങ്ങനെ ആ സംസാരത്തിനിടയിൽ ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് CM. ഇനി അവനെ വിശ്വസിക്കരുത്. ഞാൻ പറയാണ്, ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കുകയാണ്. അപ്പോഴേക്കെന്തായി, എനിക്ക് തൊണ്ടയിടറി, എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി, കണ്ണെന്ന് വെള്ളം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിങ്ങിന്, അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത്. ഈ 8 വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത്. അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തെ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും. ഞാൻ കരഞ്ഞു അവിടുന്ന്. അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തു. 3-4 മിനിറ്റ് ഞാൻ ഇരുന്നു. കാരണം എനിക്ക് എൻ്റെ കണ്ണ് നനഞ്ഞ അപ്പം ചോരക്കട്ടയാവും എൻ്റെ കണ്ണ്. പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. എനിക്ക് CMന്റെ ക്യാബിന് പുറത്ത് കിടക്കാൻ മാർഗമില്ല. അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ പറഞ്ഞു CMനോട്, CM ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായത്, ഈ കേസിൽ വലിയ പ്രയാസം വരും CM, അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ? അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അയാളുടെ സ്വഭാവം ഇപ്പം ഈ വായിച്ചപ്പോൾ തന്നെ CMന് മനസ്സിലായതല്ലേ.
അപ്പോൾ സി എം എന്നോട് പറഞ്ഞു അതിന് DGP ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു DGP ആണ് സാധുവല്ല CM, ഇത് എവിടെയെങ്കിലും എത്തുമോ? അപ്പോൾ CM നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ CM ചോദിച്ചു, CM പുറത്ത് പത്രക്കാരുണ്ട്, ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല, ഇറങ്ങിയാൽ അവരോട് എന്തെങ്കിലും പറയേണ്ടി വരും, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിനെന്താ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്ന് കൂടി പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല. അപ്പം എന്താ എനിക്ക് വീണ്ടും ആവേശമായി. CM അത്രയും സപ്പോർട്ടല്ലേ. അങ്ങനെ ഞാൻ വരുന്നു, പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു. അല്ല, അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പോൾ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ, കാരണം CMന്റെ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷെ കാണുന്നു. മാഷെ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ എന്താ വന്നത്. മാഷയ്ക്ക് പോയി ഞാൻ പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞല്ല, അതൊരു വാസ്തവ, ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ പോരുന്നു. ഞാൻ ഇടവണ്ണ രാത്രി 10 മണി 9 മണിക്ക് എത്തുമ്പോൾ വിവരം വരുന്നു, എന്താണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ആഹാ, PV അൻവർ സിന്ദാബാദ്, ഞാൻ തന്നെ വിളിക്കുക, PV അൻവർ സിന്ദാബാദ്. അങ്ങനെ പോകുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു. അതിൻ്റെ പിറ്റേന്ന് അപ്പോഴേക്ക് പാർട്ടി ലീഡേഴ്സ് വിളിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സ്ട്രോങ് ആയ ആക്ഷനാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്ട്രോങ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരോ വിളിച്ച് ചോദിച്ചു സന്തോഷമായോ? നമ്മൾ സന്തോഷമായിട്ടില്ല, ആശ്വാസമായി എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും സന്തോഷമായിട്ടില്ല. എനിക്കെന്തോ ഒരു സാധനം അപ്പോഴും ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് മാന്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണം എന്താണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്തായി, ഈ ശശിധരൻ മലപ്പുറം SP മാറ്റുന്നു, 3-4 DSPമാരെ മാറ്റുന്നു. ഈ PV അൻവറിന്റെ ശേഷി കേരളത്തിലെ പോലീസ് ഭരിക്കുന്നത് PV അൻവർ സിന്ദാബാദ്. ഇതാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കിത് ഉള്ളിൽ തട്ടണില്ല. എനിക്ക് സംവേർ ഈസ് റോങ്. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാം. അപ്പോഴേക്ക് ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തുവാന്ന് IG വരുന്നു, 9 മണിക്കൂർ മൊഴിയെടുക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ 3 ആക്ഷൻ നടക്കുന്നു, DSPമാരെ മാറ്റുന്നു. അതിനിടയിൽ എനിക്ക് ഫോൺ വരുന്നു, മലപ്പുറത്തെ SPന്റെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം. എന്തോ പടച്ചോൻ്റെ ഇതിന് എനിക്ക് തോന്നി ഒരു പേര് പറയണ്ടെന്ന്. ഞാൻ പറഞ്ഞത് അത് നല്ല ആരെങ്കിലും വെച്ചോന്നാണ്. അപ്പം ഇങ്ങനെ അൻവർ വലുതാവില്ലേ നിങ്ങളെ കണക്കിൽ. പക്ഷേ എൻ്റെ 6th സെൻസ് വർക്ക് ചെയ്യുന്ന വേറെ വഴിക്കാം. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആക്ഷൻ? അപ്പം എൻ്റെ കണ്ണ് മുഴുവൻ കേസന്വേഷണത്തിലേക്കാണ് പോകുമല്ലോ. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഞാൻ ഹാപ്പി ആവുമല്ലോ. കാറിലൊക്കെ പോകുമ്പോൾ അങ്ങനെ സഖാക്കളോ എന്തൊക്കെ ഭയങ്കര സ്വാധീനമാണ്, പത്രക്കാരും ആയേഷൊക്കെ. കാര്യം എന്തായാലും അൻവർക്ക് ആ സംഗതി ഉഷാറായല്ലോ, ഇങ്ങനെ വരുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കയറുമല്ലോ, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ കയറിയില്ല, ഞാൻ എങ്ങോട്ടും കയറിയില്ല. എനിക്കിതെല്ലാം കൂടെ ഒരു പിടി കിട്ടണില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുമോ? ഞാൻ ഭയങ്കര ഒബ്സർവേഷനില്ല. ഞാൻ കേസ് പരിശോധിച്ച് നോക്കുമ്പോൾ കേസന്വേഷണം നടന്ന് നീങ്ങുന്നില്ല.